നല്ല നാടൻ ചിക്കൻ കറി. എണ്ണ അങ്ങോട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് കറിവേപ്പിലയും നമ്മുടെ കടുകും കൂടെ വാരി അങ്ങോട്ട് വിതറുക. കടുക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി മിക്സിയിലിട്ട് ചെറുതായിട്ട് ചതച്ചെടുത്ത് അങ്ങ് ഇടുക. അതങ്ങോട്ട് കുറച്ച് മൂത്ത് വരുമ്പോഴത്തേക്ക് ഉള്ളി ഇങ്ങനെ കുരുകുരാങ്ങനെ നീളത്തിലരിഞ്ഞില്ലേ വാരി ഇടുക. ഇട്ടിട്ട് കുറേ നേരം അങ്ങനെ അങ്ങോട്ട് ഇളക്കുക. കണ്ട ഇളക്കി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ ഇളക്കി കുറച്ചങ്ങോട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തോട്ട് മസാല ഇടുക. ഫസ്റ്റ് ഞാൻ ഇട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മുളക് പൊടി. ഇപ്പം വരുവേ, അതെ ഞാൻ തന്നെയാണ് കേട്ടോ ഇടുന്നത്, ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒറ്റ നിമിഷം ഇപ്പം ഇടാവേ. അതെ വേണ്ട, ഇത് മുളക് പൊടി ഇട്ട്. മുളക് പൊടി കുറച്ച് ശകലവും കൂടി ഇട്ട് കുറച്ചുകൂടെ. ഓക്കെ. എന്നിട്ട് പിന്നെ മെല്ലെ ഇത് മസാല ഒന്നിട്ട് മൂക്കാൻ വേണ്ടി മൊത്തം ഒന്ന് ഇളക്കി കൊടുക്കും. ഇത് ഇപ്പം ഞാനിതുണ്ട് നല്ല രീതിയിലേ മൊത്തത്തിൽ ഇളക്കത്തില്ലേ മൂക്കാൻ വേണ്ടി മസാല. അതുകൊണ്ട് ഇത് കുരുമുളക് പൊടിയാണ് കേട്ടോ, കുറച്ച് കുരുമുളക് പൊടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട്. എന്നിട്ട് ഇവനെ നല്ലോണം വിട്ട് അങ്ങോട്ട് ഉള്ളിയുമായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. കണ്ട കുറച്ച് നേരം ഇങ്ങനെ വെച്ച് നല്ലോണം അങ്ങോട്ട് ഇളക്കുക. കണ്ട മസാല നല്ലവണ്ണം മൂത്തിട്ടുണ്ട്, നോക്കി കണ്ട. ഇത് കണ്ട അടിയിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടോ. ഇനി ഞാനവിടെ ചിക്കൻ അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. കഴുകി മസാല പുരട്ടിയാണ് വെച്ചേക്കുന്നത്. എന്തൊക്കെയാണ് മസാല എന്നറിയാമോ? കുറച്ച് മഞ്ഞൾപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് നല്ലോണം അരച്ചിട്ട് കുറച്ച് ഉപ്പുമായിട്ട് ചേർത്ത് വെച്ചിരിക്കുകയായിരുന്നു ചിക്കൻ അവിടെ. മസാലയെല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട്. കണ്ട ഇവനെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കിയിട്ട് നല്ല രീതിയിൽ വെച്ചിട്ട് ഞാനിപ്പം ഡക്കൺ വെക്കും കേട്ടോ. ഇതിൻ്റെ അടപ്പ് വെച്ച് മൂടാൻ പോവുകയാണ്. ഇവിടം വരെ ഉള്ളൂ വീഡിയോ കേട്ടോ. ഈ അടപ്പ് വെച്ച് മൂടി ഇത് വെന്ത് കഴിയുമ്പോൾ ഞാൻ എടുത്തു വെച്ച് കഴിയും. കഴിഞ്ഞു. ഇങ്ങനെ അടപ്പ് വെച്ച് ഞാനിത് മൂടി വെക്കുകയാണ്. ഓക്കെ, ബൈ.